ജോയലിന് വേണ്ടി നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. പ്രത്യേകമായി ഈശോയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ളവരെ ഈശോയുടെ പക്കലേക്ക് വിളിച്ചു നമുക്ക് ഉറച്ചു വിശ്വസിക്കാം. പ്രത്യേകമായി ജോയലിന്റെ വിയോഗത്തിൽ ദുഃഖിതരായിരിക്കുന്ന ജോയലിന്റെ അപ്പനെയും അമ്മയെയും സഹോദരിമാരെയും ഈ സമയം നമുക്ക് ഓർക്കാം. ദൈവം അവരെ ആശ്വസിപ്പിക്കട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈശോയെ കൊടുക്കാനായിട്ട് ജോയലിന്റെ അടുത്ത് പോയപ്പോൾ പ്രത്യേകമായി പറയുകയുണ്ടായി, വേദനയുണ്ട്, കാലുവേദനയുണ്ട്, കൈവേദനയുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, ജോയലെ ഒന്നുകൊണ്ട് പേടിക്കേണ്ട, ഈശോയെ സ്വീകരിച്ചു കഴിയുമ്പോൾ എല്ലാ സൗഖ്യവും ഉണ്ടാവും. പക്ഷെ അതിനൊന്നും അതിജീവിക്കാനായിട്ട് ജോയലിന് സാധിച്ചില്ല. ഈശോയ്ക്ക് എത്രയും പെട്ടെന്ന് ഈശോയുടെ സന്നിധിയിലേക്ക് അത്രയും ഇഷ്ടമായതുകൊണ്ടാണ് ജോയലിനെ ഈശോ അടുത്തേക്ക് വിളിച്ചത്. ദൈവത്തിൻ്റെതായ പ്ലാനുകളും പദ്ധതികളുമുണ്ട്. നമ്മൾ പലതും പ്ലാൻ ചെയ്യുന്നു, പക്ഷേ ദൈവം ആഗ്രഹിക്കുന്ന പോലെ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. നമുക്കൊന്നുകൂടി കുറച്ച് വിശ്വസിക്കാം. എന്തായാലും സ്വർഗരാജ്യത്തിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ടൊരു മാലാഖ നമുക്കുണ്ട്. പ്രത്യേകമായി ഈ മകന്റെ ആത്മശാന്തിക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ എല്ലാ പാപങ്ങളും പുറത്ത് ദൈവത്തിന്റെ നിത്യ രാജ്യത്തില്, സ്വർഗരാജ്യത്തില് ഈശോയുടെ വലതുഭാഗത്ത് ഇരിക്കാനുള്ള വലിയ കൃപാവനം ഈ മകനുണ്ടാകട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ഇവരായിരിക്കുന്ന മാതാപിതാക്കൾക്കും സഹോദരിമാർക്കും മലയാളം കമ്മ്യൂണിറ്റി പേരിലും സുരമലബാർ കമ്മ്യൂണിറ്റി പേരിലൊക്കെ അനുശോചനങ്ങൾ അറിയിക്കുകയാണ്. ദൈവം നിങ്ങളെ ആശ്വസിപ്പിക്കട്ടെ. ദൈവം കരുതലായി നിങ്ങളുടെ കൂടെ ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും